Good morning. In this video, I would like to share discuss two topics: optimum tariff and the differences between tariff and quota. Tariff is a tax or levy imposed on either on export or import, and optimum tariff is a concept. This is often used to identify the ideal tariff or the tariff which would maximize the benefit. ഇപ്പോൾ രാജ്യത്തെ സംബന്ധിച്ച് ഒപ്റ്റിമം ടാരിഫ് എന്ന രാജ്യത്തിൻ്റെ വെൽഫെയർ മാക്സിമൈസ് ചെയ്യപ്പെടുന്ന ടാരിഫ് അങ്ങനെ അതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ഒപ്റ്റിമം ടാരിഫ് ഈസ് എ റേറ്റ് ഓഫ് ടാരിഫ് that maximizes the net benefit resulting from the improvement in nation's terms of trade against the negative effect resulting from the reduction in the volume of trade. That means whenever a tariff is imposed, often the terms of trade of a country improves. ഇപ്പോൾ നമ്മൾ ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പം നമുക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റി എക്സ്പെൻസീവ് ആവും, പ്രൈസ് ഓഫ് ഇമ്പോർട്ട് എക്സ്പെൻസീവ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ നോർമലി ട്രേഡ് വോളിയം വിൽ ബി റെഡ്യൂസ്ഡ് ആൻഡ് it leads to improvement in nation's terms of trade. അതോടൊപ്പം തന്നെ nation's welfare will be maximized. In some cases, the imposition of tariff is also having some impact on the volume of trade. The volume of trade will be reduced, import will be reduced, and also sometimes in some cases the export of the commodity exchange will also be reduced. അപ്പോൾ വോളിയം ഓഫ് ട്രേഡ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു വോളിയം ഓഫ് ട്രേഡ് റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇമ്പോർട്ട് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ നേരത്തെ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്ന കമ്മോഡിറ്റീസാണ് അത്. പക്ഷെ നമുക്ക് അതിൻ്റെ കൺസംഷൻ കുറയുമ്പോൾ നോർമലി വി വിൽ ഹാവ് സം കൈൻഡ് ഓഫ് വെൽഫെയർ ലോസ്. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. ആ നെഗറ്റീവ് ഇമ്പാക്റ്റും ഇതോടൊപ്പം തന്നെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ നേഷൻസ് ടേംസ് ഓഫ് ട്രേഡ്. അപ്പോൾ ടേംസ് ഓഫ് ട്രേഡ് ഇമ്പ്രൂവ് ചെയ്യുന്നത് പോസിറ്റീവ് ഇമ്പാക്റ്റ്, അതിൻ്റെ നെറ്റ് എഫക്റ്റ് മാക്സിമൈസ്. ദാറ്റ് മീൻസ് നോർമലി ദ പോസിറ്റീവ് എഫക്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ട്രേഡ് ഡ്യൂ ടു ഇമ്പോസിഷൻ ഓഫ് ടാരിഫ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ലോസ് ഓഫ് വെൽഫെയർ ഡ്യൂ ടു റിഡക്ഷൻ ദ വോളിയം ഓഫ് ട്രേഡ്. പക്ഷേ ചില കേസിൽ അത് ഓപ്പോസിറ്റായിട്ടും വരാം. അത് ആ ട്രേഡ് റിട്ടാലിയേഷനൊക്കെ വരുന്ന സാഹചര്യത്തിൽ അതൊരു ഓപ്പോസിറ്റ് കേസിലും വരാം. ഓക്കെ, അപ്പം നോർമലി an imposition of tariff leads to improvement welfare or maximize welfare, and therefore we can say the optimum tariff is a tariff which would maximize the welfare, which would maximize the benefit or net benefit. അപ്പോൾ നെറ്റ് ബെനിഫിറ്റ് മാക്സിമൈസ് ചെയ്യപ്പെടുന്ന ടാരിഫിനെയാണ് നമ്മൾ ഒപ്റ്റിമം ടാരിഫ് എന്ന് നോർമലി നമ്മൾ പറയുന്നത്. അപ്പം സപ്പോസ് എ കൺട്രി ഇമ്പോസസ് എ ടാരിഫ് and the other countries also in some cases they may not be, the trade partner will not be changing their price policy or tariff policy, and certain cases the trade partner will also be retaliated in the same manner. അപ്പോൾ രണ്ടുപേരും ട്രേഡ് പാർട്ട്ണറും അതേപോലെ ടാരിഫ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ അവരൊരു സബ്സിഡി കൊടുക്കുന്നു, അപ്പോൾ അല്ലെങ്കിൽ ഒരു ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നു, അപ്പോൾ അതൊരു ട്രേഡ് വാറിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ അത് ഫൈനലി എന്താണ്, രണ്ടുപേരും തമ്മിൽ ട്രേഡ് ഇല്ലാത്ത ഒരു ഔട്ടാക്കിയ സിറ്റുവേഷനിലേക്ക് പോകുമെന്നാണ് അത് പറയുന്നത്. അപ്പം അങ്ങനെയൊരു സിറ്റുവേഷൻ കേസിൽ സംഭവിക്കാം. അപ്പം ഈ ഒപ്റ്റിമം ടാരിഫ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ടാരിഫ് ദാറ്റ് വുഡ് മാക്സിമൈസ് ബെനിഫിറ്റ് ഓർ നെറ്റ് ബെനിഫിറ്റ്, ഓർ ദാറ്റ് വുഡ് ഇൻക്രീസ് ഓർ മാക്സിമൈസ് വെൽഫെയർ. അതാണ് നമ്മൾ ഒപ്റ്റിമം ടാരിഫ് എന്ന് പറയുന്നത്. improvement in nations or improvement in the benefit or income or getting benefit due to imposition of tariff means that will have an adverse impact on the trade partner, of course. അപ്പോൾ അവരുടെ ബെനിഫിറ്റിൽ അത് കുറവ് സംഭവിക്കും, കാരണം ടേംസ് ഓഫ് ട്രേഡ് ഇമ്പ്രൂവ് ചെയ്തു, അവരുടെയും ട്രേഡ് വോളിയം കുറഞ്ഞു. അവർക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ അവർക്ക് വരുന്നുള്ളൂ ട്രേഡ് പാർട്ട്നേഴ്സിനെ സംബന്ധിച്ച്. പക്ഷെ
ടാരിഫ് ഇമ്പോസിങ് നേഷനെ സംബന്ധിച്ച് അത് ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഹാവിങ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് provided that the trade partner is not going to change their tariff policy. അപ്പോൾ അവർ പുതിയതായിട്ട് ടാരിഫ് ഒന്നും ഇമ്പോസ് ചെയ്യുന്നില്ലെങ്കിൽ നോർമലി ഈ പറയുന്ന ടാരിഫ് ഇമ്പോസിഷൻ രാജ്യത്തിൻ്റെ വെൽഫെയർ മാക്സിമൈസ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് എ ഒപ്റ്റിമം ടാരിഫ് ആൻഡ് ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ യൂസിങ് ഡയഗ്രാം ഓഫ് എ കർവ്. ഈ ഒരു ഓഫർ കർവിൽ there are two offer curves in the beginning which intersects at the point E. ഇ എന്ന് പറയുന്ന പോയിന്റിൽ രണ്ട് ഓഫർ കർവുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പോയിന്റിൽ നേഷൻ 1ൻ്റെ ഓഫർ കർവ്, നേഷൻ 2ൻ്റെ ഓഫർ കർവ് ആൻഡ് ദ 45-degree ലൈൻ, ദാറ്റ് ഈസ് എ പ്രൈസ് റേഷ്യോ ലൈൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു PW ഈസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് നേഷൻ 1ൽ നിന്നും എന്ന കമ്മോഡിറ്റി നേഷൻ 1ൻ്റെ എക്സ്പോർട്ട് എത്രയാണ്? 60 യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്ത്. നേഷൻ 2 എത്രയാണ്? അതേപോലെ 60 യൂണിറ്റ് അവരും എക്സ്പോർട്ട് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും സെയിം ക്വാണ്ടിറ്റിയാണ്. therefore the price ratio is same. You can say the price ratio is same and they are in equilibrium. In a free trade situation they are in equilibrium at the point E. Okay, അത് ഫ്രീ ട്രേഡ് സിറ്റുവേഷൻ ആണ്. In such a case, such occasion, suppose the nation 2 imposes a tariff. Nation 2 ഒരു ടാരിഫ് ഇമ്പോസ് ചെയ്തു. As a result, there is a rightward shift in the offer curve from 2 to 2 star. അല്ലെങ്കിൽ ഓഫർ കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു. ആൻഡ് ന്യൂ ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ് അറ്റ് ദ പോയിൻറ്റ് ഇ. ഇ സ്റ്റാർ നിങ്ങൾക്ക് താഴെ ഇക്വിലിബ്രിയം കാണാൻ പറ്റും, പുതിയ ഇക്വിലിബ്രിയം പൊസിഷൻ. And at this equilibrium, but whereas that of nation 1's offer curve there is no change in the offer curve of nation 1 because nation 1 has not changed its tariff, or it has not imposed any tariff on the import from nation 2. But nation 1 ടാരിഫ് ചേഞ്ച് ചെയ്തിട്ട് ടാരിഫ് ഒന്നും ഇമ്പോസ് ചെയ്തിട്ടില്ല ആ ഒരു കേസിൽ. അപ്പം ഈ ഒരു നേഷൻ 1 ടാരിഫ് ഇമ്പോസ് ചെയ്യാതെ നേഷൻ 2 ടാരിഫ് ഇമ്പോസ് ചെയ്തപ്പോൾ ഓഫ് കോഴ്സ് അത് നേഷൻ 2ൻ്റെ ടേംസ് ഓഫ് ട്രേഡ് ഇമ്പ്രൂവ് ചെയ്യും. നമുക്കത് നോക്കാം. അപ്പോൾ ന്യൂ പ്രൈസ് റേഷ്യോ ഈസ് PW സ്റ്റാർ ഈസ് ഈക്വൽ ടു 0.025. ദാറ്റ് മീൻസ് 1 unit export of commodity from nation 1 one will be at the cost of only the cost of 0.625 import from nation 2. എന്നോട് പറഞ്ഞാൽ നേഷൻ 2-ൽ നിന്ന് നേഷൻ 1-ൽ നിന്നും ഒരു യൂണിറ്റ് നേഷൻ 2 ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവർ തിരിച്ച് കൊടുക്കേണ്ടത് ഈസ് 0.625 യൂണിറ്റ് മതി. എന്ന് വെച്ചാൽ ഒരു 0.6 അല്ലെങ്കിൽ 0.65 യൂണിറ്റ്സ് തിരിച്ചു കൊടുത്താൽ മതി. 625 യൂണിറ്റ്സ് തിരിച്ചു കൊടുത്തു. ഒരു യൂണിറ്റ് ഫുള്ളായിട്ട് തിരിച്ചു കൊടുക്കണ്ട. അപ്പോൾ അവരുടെ ടേംസ് നേരത്തെ 1 യൂണിറ്റ് 60 ആയിരുന്നു. ഇപ്പം നിങ്ങൾക്കത് നോക്കിയാൽ അറിയാം, 25 യൂണിറ്റ്സ് കൊടുത്തുകൊണ്ട് നേഷൻ 2 25 യൂണിറ്റ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നേഷൻ 1 എക്സ്പോർട്ട് ചെയ്യുന്നത് 40 യൂണിറ്റ്സ് ആണ്. 25 = 40. അപ്പം 40 യൂണിറ്റ് നേഷൻ 1 നേഷൻ 2ലേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് നേഷൻ 1-ന് കിട്ടുന്നത് ആകെ 25 യൂണിറ്റ്സേ ഉള്ളൂ. അപ്പോൾ ആർക്കാണ്? നേഷൻ 2-നെ സംബന്ധിച്ച് അവരുടെ ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ചെയ്തു ബിക്കോസ് ഓഫ് ദി ഇമ്പോസിഷൻ ഓഫ് ടാരിഫ്. ഓക്കെ, അപ്പോൾ അത് അവിടെ ആ ടാരിഫിൻ്റെ ആ ഒരു അത് അവരുടെ നെറ്റ് ബെനിഫിറ്റ് മാക്സിമൈസ് ചെയ്തു. ഈവൻ ദോ ദ വോളിയൂം ഓഫ് ട്രേഡ് ഹാസ് റെഡ്യൂസ്ഡ്, but still they are having a positive impact, positive benefit. Now this is a case now let's see, suppose nation 1 is retaliated by imposing another tariff, a higher tariff, that leads to a shift in the offer curve of nation 1. Offer curve nation 1 is shifted from 1 to 1 star. അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പം ഓൾറെഡി നേഷൻ 2ൻ്റെ ഓഫർ കർവ് 2 സ്റ്റാറാണ്. ആ ന്യൂ ഇക്വിലിബ്രിയം ഈസ് റീച്ച്ഡ് അറ്റ് ദ പോയിൻറ്റ് E ഡബിൾ സ്റ്റാർ. അപ്പോഴത്തേക്കും വന്നാൽ എന്താണ്? വോളിയൂം ഓഫ് ട്രേഡ് രണ്ട് സ്ഥലത്തും ഭയങ്കരമായിട്ട് കുറഞ്ഞു.
റിട്ടേലിയേഷൻ വന്നപ്പോഴത്തേക്കും that resulted in loss of welfare, loss of benefit. Net benefit is reduced in both nations because the nation one has also retaliated in same manner by imposing a tariff. അപ്പോൾ അത് രണ്ടുപേരെ ബെനിഫിറ്റ് റിലീസ് ചെയ്യണം. And this process will, if retaliation process continues, means they ultimately they leads to they reaches the origin. That means it's an autarky situation, the absence of trade. അപ്പോൾ അതൊരു ഔട്ടാർക്ക് സിറ്റുവേഷനിലേക്ക് ഫൈനലി അത് പോകുന്നതിന് കാരണമാകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒപ്റ്റിമം ടാരിഫ് കൺസെപ്റ്റിൽ പറഞ്ഞത്. അപ്പോൾ ഒപ്റ്റിമം ടാരിഫ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദ ടാരിഫ് ദാറ്റ് വുഡ് മാക്സിമൈസസ് ദ നെറ്റ് ബെനിഫിറ്റ്. ഇനി സപ്പോസ് ദർ ആർ two countries, one country is small and is big country, means if small country imposes tariff, means that's not going to affect the terms of trade of big country because their export is very insignificant. അതിൽ വലിയ അല്ലാതോടൊപ്പം ഈ സ്മോൾ കൺട്രിയിലേക്ക് ബിഗ് കൺട്രി ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ വളരെ കുറച്ചായിരിക്കും. That is not going to affect the terms of trade, and this is the optimum tariff concept. Now let's see some of the difference between tariff and quota. First one is related to the protective measure. Regarding the protection, the import quota is more effective than tariff because a tariff fails to restrict the import if price is inelastic. സപ്പോസ് ഒരു മെഡിസിൻ, റെയർ ആയിട്ടുള്ളൊരു മെഡിസിൻ, അപ്പോൾ അതിൻ്റെ പ്രൈസ് ഇമ്പോർട്ടിൽ നമ്മളൊരു ടാരിഫ് 100% ടാരിഫൊക്കെ ഇമ്പോസ് ചെയ്യുന്നു വെച്ചാൽ, പക്ഷെ നമുക്കിവിടെ ഒരു മരുന്ന് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസ് കൂടിയാൽ പോലും നമ്മളത് ഇമ്പോർട്ട് ചെയ്യും ബിക്കോസ് ഇറ്റ്സ് പ്രൈസ് ഇസ് ഇനെലാസ്റ്റിക്. ഓക്കെ, ദെൻ സെക്കൻഡ് കേസ്, അപ്പം അത് പക്ഷെ കോട്ടയാണെങ്കിൽ ആ നിശ്ചിത ക്വാണ്ടിറ്റി ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം പ്രൊട്ടക്റ്റീവ് മെഷർ ഏറ്റവും കൂടുതൽ കോട്ടയ്ക്കാണ്. അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് കോട്ട ഇൻ റെസ്ട്രിക്റ്റിംഗ് ട്രേഡ് ഈസ് മോർ പ്രിസൈസ് ദാൻ ടാരിഫ്. അപ്പം ടാരിഫിനെക്കാളും കുറച്ചുകൂടി അക്യുറസി ട്രേഡ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നൊരു കോട്ടയാണെന്നുണ്ട്. Then next one is flexibility. Quota is more flexible than tariff because it can be easily imposed and or easily removed, whereas tariff is not. ടാരിഫ് അങ്ങനെ പെട്ടെന്ന് ഇമ്പോസ് ചെയ്യുക, റിമൂവ് ചെയ്യുക, അതിനൊക്കെ പാർലമെൻ്ററി അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഒക്കെ ഒരു എന്താണ് അമെൻമെൻ്റൊക്കെ അതിന് ഓർഡിനൻസൊക്കെ അത് ഇറക്കിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന ടാരിഫ് ഇമ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് കോട്ടയാണ്. കോട്ട പ്രിവെൻറ്റ് ഇൻ്റർനാഷണൽ ട്രാൻസ്മിഷൻ ഓഫ് സിവിയർ റിസഷൻ when recession or price falls, there will be more severe induced recession. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കോട്ട എന്ന് പറയുമ്പം ഇപ്പോൾ ടാരിഫ് എന്ന് പറയുമ്പോൾ അത് പ്രൈസ് സെൻസിറ്റീവാണ്, പ്രൈസാണ് അവിടെ കൂടുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന റിസഷൻ, ഡിപ്രഷൻ അങ്ങനെയുള്ള എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് അതൊക്കെ ഒരുപാട് ഈ പറയുന്ന അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ആകുന്നതിനൊക്കെ ഇത് ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നുള്ള പോസിബിളാണ്. പക്ഷേ പറയുന്ന കോട്ട ഇമ്പോസ് ചെയ്യുന്നതിലൂടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ദെൻ സ്റ്റെബിലിറ്റി. റിഗാർഡിങ് സ്റ്റെബിലിറ്റി, കോട്ട ഈസ് മോർ ഓർ ലെസ് അൺസ്റ്റേബിൾ ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ഈസിലി ചേഞ്ച്ഡ്. നേരത്തെ ഞാൻ പറഞ്ഞു ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞു, പക്ഷേ ടാരിഫ് കുറേ കൂടെ സ്റ്റേബിളാണ് ബിക്കോസ് ഇറ്റ് റിക്വയർസ് ലെജിസ്ലേറ്റീവ് അപ്രൂവൽ. അപ്പോൾ അതാണ് മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ. ദ നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ക്രിമിനേറ്ററി സ്റ്റേറ്റസ്. കോട്ട ഈസ് മോർ ഡിസ്ക്രിമിനേറ്ററി ഇൻ റെസ്ട്രിക്റ്റിംഗ് സപ്ലൈ ഓഫ് കമ്മോഡിറ്റീസ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. Tariff is non-discriminatory because the market mechanism operates. അപ്പോൾ കോട്ട എന്ന് പറയുമ്പം പല രാജ്യങ്ങളിൽ നിന്ന് പല ക്വാണ്ടിറ്റി അല്ലെന്ന് വെച്ചാൽ അതൊരു
പല ഇതായിരിക്കും, ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ ആ ഒരു പോളിസി ഫോളോ ചെയ്യുന്നത്. കോട്ട മോർ ട്രേഡ് ഡിസ്ക്രിമിനേറ്ററി ആണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ടാരിഫ് എന്ന് പറയാൻ വെരി ഓഫൻ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ മാർക്കറ്റ് ഫോഴ്സസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ അനുസരിച്ചാണ് ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ next one is restriction of competition. Quota restrict competition than tariff because it helps the importer and export to acquire more monopoly power. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ട് ട്രേഡ് റെസ്ട്രിക്ഷൻ ഏറ്റവും എഫക്റ്റീവ് കോട്ടയിലാണ്. അപ്പോൾ അത് കോമ്പറ്റീഷൻ ഏറ്റവും കൂടുതൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് കോട്ട തന്നെയാണ്. റവന്യൂ ആൻഡ് പ്രോഫിറ്റ്. ടാരിഫ് ബ്രിങ്സ് റവന്യൂ ടു ദ ഗവൺമെൻറ് ആൻഡ് കോട്ട ബ്രിങ്സ് പ്രോഫിറ്റ് ടു ദ ഹോൾഡേഴ്സ് ഓഫ് ലൈസൻസ്. കോട്ട ലൈസൻസ് ഉള്ളവർക്ക് അതിൻ്റെ പ്രോഫിറ്റും കിട്ടും, ടാരിഫ് ഇമ്പോസ് ചെയ്ത റവന്യൂ ഗവൺമെൻറ് കിട്ടും. ദെൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. കോട്ട മേക്ക് ലെസ് ഇംപ്രൂവ്മെൻറ്റ്സ് ഓൺ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ബട്ട് ടാരിഫ് മേക്സ് എ much influence. Tariff having much influence on the exchange rate and terms of trade. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഡിഫറൻസസ് ആണ് നമ്മൾ മെയിനായിട്ടും കോട്ടയും ടാരിഫും തമ്മിൽ മെയിനായിട്ടും നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ ഒപ്റ്റിമം ടാരിഫ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ടാരിഫ് ആൻഡ് കോട്ട. ഓക്കെ.